ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനുണ്ട് എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ മാസം മാത്രമാണ് നമുക്കിനി ബോർഡ് എക്സാം ബാക്കിയുള്ളൂ. എത്ര മാസം എന്ന് ആലോചിക്കുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസം. കുറച്ച് നമുക്ക് ഡേറ്റിലൂടെ സഞ്ചരിക്കാം. ഈ 4 മാസം എന്ന് പറയുമ്പോൾ 4 മാസം ഫുള്ളി പഠിക്കാൻ വേണ്ടി നമുക്ക് ബാക്കിയുണ്ടെന്നാണ് ഈ നിമിഷം എല്ലാവരും ചിന്തിക്കേണ്ടത്. നമുക്കറിയാം ഫസ്റ്റ് മോഡലും സെക്കൻഡ് മോഡലും എല്ലാം തന്നെ വരാൻ വേണ്ടി പോകുന്നു. ബഹുഭൂരിഭാഗം സ്കൂൾസിനകത്തും ഫസ്റ്റ് മോഡൽ നടക്കാൻ വേണ്ടി പോകുന്ന സമയം ഡിസംബർ മാസം ആദ്യ വാരമാണ്. സോ ഡിസംബർ മാസം നിങ്ങൾ എൻറ്റയർലി മോഡൽ എക്സാമിന് വേണ്ടി അങ്ങോട്ട് ഡിവോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. ഏകദേശം ഒരു 10 ദിവസമായിരിക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവുക. ഒരു പരീക്ഷ ഉണ്ടാവും, ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടാവും, നെക്സ്റ്റ് എക്സാം ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഗ്യാപ്പ് നൽകിക്കൊണ്ടാണ് ബഹുഭൂരിഭാഗം സ്കൂൾ, ഞാൻ പറയുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കൂളും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് 10 ഡേയ്സ് നമുക്ക് മോഡൽ എക്സാമിന് വേണ്ടി മാറ്റി വെച്ചു. ബാക്കിയുള്ള 20 ഡേയ്സ് ആണ് പഠിക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. ജനുവരിയിലും ഇതുപോലെ തന്നെ 10 ദിവസം നമുക്ക് സെക്കൻഡ് മോഡൽ എക്സാമിന് വേണ്ടി നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ജനുവരിയിലും ഒരു 20 ദിവസം കിട്ടും, ഡിസംബറിലും 20ഉം ജനുവരിയിൽ 20ഉം. ഇത് മാത്രമാണ് നമുക്ക് ഈ 2 മാസം ലഭിക്കുന്ന ദിവസങ്ങൾ. മൊത്തം പറയുമ്പോൾ 40 ദിവസം മാത്രം. ഈ കാണുന്ന 40 ഡേയ്സിൽ നമ്മൾ എത്രമേൽ പഠിക്കുന്നും കൂടി ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. മോഡൽ എക്സാം സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഫുള്ളി മോഡൽ എക്സാമിന് എങ്ങനെയെങ്കിലും കുറച്ച് മാർക്ക് നേടാം എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. കാരണം വീട്ടിൽ നമുക്ക് ഈ കാണുന്ന മാർക്ക് ഷീറ്റ് കാണുമ്പോൾ ചീത്ത പറയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് പഠിച്ച് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ടാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ 2 എക്സാംസിനെയും അഭിസംബോധന ചെയ്യാറ്. അത് ഒരൽപ്പം മാറ്റണം. എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾ എത്ര പാഠം പഠിക്കുന്നുവോ ആ കാണുന്ന എല്ലാ പാഠവും ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ വേണം പഠിക്കാൻ വേണ്ടി. മൊത്തമായിട്ട് സിലബസിൻ്റെ 14 പാഠം പഠിക്കാൻ വേണ്ടിയുണ്ടെങ്കിൽ 14 പഠിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും മക്കളെ പേടിക്കണ്ട. നിങ്ങൾ 6 പാഠം പഠിക്കാൻ പറ്റുള്ളെങ്കിലും ആ കാണുന്ന 6 പാഠം മുഴുവനായിട്ട് പഠിക്കണം. ആ കാണുന്ന 6 പാഠത്തിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ വളരെ വ്യക്തമായിട്ട് കൺവിൻസ് തന്നെ വേണം. യെസ്, ഞാൻ ഈ കാണുന്ന 6 പാഠം പഠിച്ചിരുന്നു, ഈ കാണുന്ന 6 പാഠത്തിലെ എനിക്ക് ഒരു മാർക്കും നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ റൈറ്റ് ട്രാക്കിലാണ്. സെക്കൻഡ് മോഡൽ ആകുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള ഒരു 6 പാഠം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമായിരിക്കും 12 പാഠം മാത്സിന് അവസാനിച്ചു. സോ ഈ കാണുന്ന 12 പാഠത്തിലെയും ഒരു മാർക്ക് പോലും നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾക്ക് അവിടെ A1 മാർക്കിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. ഇനി ബാക്കിയുള്ള 2 പാഠം മാത്രം നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. സോ ഇങ്ങനെ വേണം എല്ലാ മക്കളും സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി. സോ ഒരു പാഠം എടുക്കുമ്പോൾ ആ കാണുന്ന ചാപ്റ്റർ നമുക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മൊത്തമായിട്ട് പഠിച്ചു കഴിഞ്ഞെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് മോഡൽ എക്സാം കൊണ്ടും എല്ലാം തന്നെ യൂസ്ഫുൾ ഉണ്ടാവുകയുള്ളൂ. സോ എല്ലാ മക്കളും എത്ര വേഗം തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. ചുരുങ്ങിയ സമയം മാത്രമുള്ളൂ. ഈ കാണുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും ഗംഭീരമായ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഈ ചാനൽ ഫുള്ളി ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും. ചാപ്റ്റർ വെച്ച് വെറ്റേജ് ആയിക്കോട്ടെ, ഓരോ പാഠം എങ്ങനെ പഠിക്കണം എന്നായിക്കോട്ടെ, എല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് ഇനി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അസ്ത്ര ബാച്ചിൽ നമുക്ക് വിദ്യാരംഭത്തോടനുബന്ധിച്ച് BDM 15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 15% ഓഫ് ഉണ്ടാവുന്നതായിരിക്കും. സോ എല്ലാ മക്കളും എത്ര വേഗം അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം. സോ ഗൈസ്, എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ബൈ.